വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്തിൽ തുടർഭരണം ഉണ്ടാകുമെന്ന LDF, ഇതേസമയം ഇടതുപക്ഷത്തിന്റെ വികസന മുരടിപ്പിൽ ജനങ്ങൾ മാറ്റി ചിന്തിച്ചിട്ടുണ്ട് എന്ന UDFും പറയുന്നു. ഗ്രാമപഞ്ചായത്തിൽ കൂടുതൽ സീറ്റുകൾ നേടുമെന്ന് BJPയും. റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പവിത്ര ഗോൾഡ്, എന്നും സ്വന്തം. ഒരെണ്ണം കൂടി വാങ്ങായിരുന്നു. കഴിഞ്ഞ 15 വർഷക്കാലമായി ഇടതുപക്ഷത്തിനൊപ്പം നിൽക്കുന്ന ഗ്രാമപഞ്ചായത്തുകളിൽ പ്രധാനപ്പെട്ട പഞ്ചായത്താണ് വണ്ടിപ്പെരിയാർ പഞ്ചായത്ത്. 2021 തെരഞ്ഞെടുപ്പിൽ KM ഉഷ പ്രസിഡന്റായ ഭരണസമിതിക്ക് രൂപം നൽകുമ്പോൾ 13 LDF അംഗങ്ങളും 8 UDF അംഗങ്ങളും BJP 1, SDPI 1 ഇങ്ങനെയായിരുന്നു കക്ഷിനില. എന്നാൽ 2025 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പഞ്ചായത്തിൽ ഒരു വാർഡ് കൂടുകയും 24 വാർഡ് ആവുകയും ചെയ്തു. ഇതോടെ ഭരണം നിലനിർത്തണമെങ്കിൽ ഒരു സീറ്റ് കൂടിയേ മതിയാവൂ. ഗ്രാമപഞ്ചായത്തിന്റെ LDF കണക്കനുസരിച്ചാണെങ്കിൽ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് കൂടി LDFിനൊപ്പം ചേർത്ത് 16 സീറ്റുകളാണ് LDFിന് ലഭിക്കുമെന്ന് ഇവർ പറയുന്നത്. ആദ്യഘട്ടത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് LDF പരിഗണിച്ചത് അഴുത ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കൂടിയായിരുന്ന R സെൽവത്തായിയെ ആണ്. എന്നാൽ ഗ്രാമപഞ്ചായത്തിന്റെ 2ാം വാർഡ് ഡൈമുക്കിൽ LDF സ്ഥാനാർത്ഥിയായി മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തി ഹരിദാസ് എത്തിയതോടെ സീനിയോറിറ്റി അനുസരിച്ച് വീണ്ടും ശാന്തി ഹരിദാസിലേക്ക് തന്നെ പ്രസിഡന്റ് സ്ഥാനം എത്തും. 4ാം തവണയും ഗ്രാമപഞ്ചായത്ത് ഭരണം നിലനിർത്തുന്നത് കൊണ്ട് തന്നെ വണ്ടിപ്പെരിയാർ ഇടതുപക്ഷത്തിന്റെ ഗ്രാമപഞ്ചായത്തായി മാറും എന്ന CPIM ഇടുക്കി ജില്ലാ കമ്മിറ്റി അംഗം G വിജയാനന്ദ് പറയുന്നു. വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്തിൽ 2010 മുതൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് തുടർ ഭരണമാണ് പഞ്ചായത്തിലെ ജനങ്ങൾ നൽകുന്നത്. 2010-15 എൻ്റെ നേതൃത്വമുള്ള ഭരണസമിതി, 2015-20 സഖാവ് ശാന്തി നേതൃത്വം നൽകിയിട്ടുള്ള ഭരണസമിതി, 2020-25 സഖാവ് ഉഷ നേതൃത്വം നൽകിയിട്ടുള്ള ഭരണസമിതിയാണ്. 2025-30 കാലയളവിൽ ഈ ഭരണ തുടർച്ച തന്നെയായിരിക്കും ഉണ്ടാവുക എന്ന കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള സംശയത്തിനും ഇടയില്ല. വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്തിൽ 24 വാർഡുകളാണ് നിലവിലുള്ളത്. അതിൽ ഇത്തവണ 16+ എന്ന നിലയിലാണ് വാർഡുകൾ വിജയിച്ചു വരുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അതുപോലെ തന്നെ വണ്ടിപ്പെരിയാർ പഞ്ചായത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് 4 ബ്ലോക്ക് വാർഡുകളാണ് നിലവിലുള്ളത്. 3 ബ്ലോക്ക് വാർഡ് പൂർണ്ണമായും, 1 ബ്ലോക്ക് വാർഡ് കുമളി പഞ്ചായത്തിലെ 3 വാർഡുകൾ കൂടി ചേർന്ന് വരുന്നതാണ്. ഈ 4 ബ്ലോക്ക് വാർഡിലും നല്ല വിജയപ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത്. വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് പൂർണ്ണമായും കുമളി പഞ്ചായത്തിലെയും പീരുമേട് പഞ്ചായത്തിലെയും ഏതാനും വാർഡുകൾ കൂടി ചേർന്നാണ് വണ്ടിപ്പെരിയാർ ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ വരുന്നത്. ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ 2010-ലും 15-ലും UDF ആണ് ജയിച്ചതെങ്കിലും 2020-ൽ LDFിന് അത് തിരിച്ചുപിടിക്കാൻ കഴിഞ്ഞു. ഇത്തവണ LDF വണ്ടിപ്പെരിയാർ ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ നിലനിർത്തും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. എന്നാൽ ഇതേ സമയം ഒരു കാലഘട്ടത്തിൽ കോൺഗ്രസിന്റെ ആധിപത്യം നിലനിന്നിരുന്ന ഗ്രാമപഞ്ചായത്തിൽ LDF പറയുന്നത് പോലെ തന്നെ കോൺഗ്രസിനും പറയാൻ കഴിയുമായിരുന്നു ഈ തെരഞ്ഞെടുപ്പിൽ ഗ്രാമപഞ്ചായത്തിൽ ഇത്ര സീറ്റ് UDFിന് ഉണ്ടാകുമെന്ന്. പക്ഷേ ഇപ്പോൾ അത് പറയാൻ കഴിയാത്ത സാഹചര്യം കൂടി നിലനിൽക്കുന്നുണ്ട്. എന്നാൽ ഭരണവിരുദ്ധ വികാരവും വികസന മുരടിപ്പും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നടത്തിയ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മാറ്റം ഉണ്ടാകും. 16 സീറ്റുകളോടുകൂടി UDF അധികാരത്തിലെത്തും എന്നാണ് ഇവർ പറയുന്നത്. ഇതിന് കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് കഴിഞ്ഞ തവണത്തെ 8 സീറ്റുകൾ നിലനിർത്തുകയും കൂടുതലായ 8 സീറ്റുകൾ കൂടി പിടിച്ചെടുക്കാൻ കഴിയും. ഇതോടൊപ്പം ബ്ലോക്ക് ജില്ലാ പഞ്ചായത്തിലും ഭരണമാറ്റം ഉണ്ടാകും. SDPI 2 തവണ വിജയിച്ച LDFിന്റെ ബാലികേറ മലകുടിയായ വണ്ടിപ്പെരിയാറിന്റെ ഹൃദയഭാഗം 7ാം വാർഡ് ഇത്തവണ UDFിനൊപ്പം നിലനിൽക്കും എന്നാണ് ഇവർ പറയുന്നത്. ഇതോടൊപ്പം രാഷ്ട്രീയ പ്രമുഖരായ മത്സരരംഗത്ത് എത്തിയിട്ടുള്ള ആളുകളെ പരാജയപ്പെടുത്തി UDF മുന്നിലെത്തും എന്നാണ് കോൺഗ്രസ് നേതാക്കളായ ഷാജി പൈനാടത്ത്, PR അയ്യപ്പൻ എന്നിവർ പറയുന്നത്. വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്ത് ഐക്യ ജനാധിപത്യ മുന്നണി ഇത്തവണ തിരിച്ചുപിടിക്കും. കഴിഞ്ഞ 15 വർഷത്തെ LDFിൻ്റെ ദുർഭരണം അവസാനിപ്പിക്കും. 13 മുതൽ 16 വരെ സീറ്റുകൾ UDF നേടും. വളരെയധികം വിജയപ്രതീക്ഷയോടുകൂടിയാണ് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകർ നാളെ കൗണ്ടിംഗ് സ്റ്റേഷനിലേക്ക് പോകുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നഷ്ടപ്പെട്ട ഇടുക്കി ജില്ലാ പഞ്ചായത്ത് വണ്ടിപ്പെരിയാർ ഡിവിഷൻ ഈ തവണ വലിയ ഭൂരിപക്ഷത്തോടു കൂടി ജയിക്കും. അതുപോലെ തന്നെ നഷ്ടപ്പെട്ട അഴുത ബ്ലോക്ക് പഞ്ചായത്തും ഇടുക്കി ജില്ലാ പഞ്ചായത്തും UDF തിരിച്ചുപിടിക്കും. വലിയ പ്രതീക്ഷയിലാണ് UDF. കേരള സംസ്ഥാന സർക്കാരിനെതിരെയും ബ്ലോക്ക് പഞ്ചായത്തിലും ജില്ലാ പഞ്ചായത്തിലും ഭരണം നടത്തിക്കൊണ്ടിരുന്ന LDFിനെതിരെയും വലിയ ജനവികാരമുണ്ട്. അത് വോട്ടായി മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ
ഈ ബ്ലോക്ക് പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും വലിയ ഭൂരിപക്ഷത്തിൽ തിരിച്ചുപിടിക്കുമെന്ന് തന്നെയാണ് UDFന്റെ പ്രതീക്ഷ. ഇതേസമയം മൂന്നാം മുന്നണിയായി കടന്നു വന്നുകൊണ്ടിരിക്കുന്ന BJP ഇത്തവണ വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്തിൽ 22 വാർഡിലും സ്ഥാനാർത്ഥികളെ നിർത്തിയിരുന്നു. ഇത് ചരിത്രത്തിൽ ആദ്യമായാണ്. ഇതുകൊണ്ട് തന്നെ 5 സീറ്റ് വരെ BJPക്ക് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ എന്ന് BJP മണ്ഡലം പ്രസിഡന്റ് സനീഷ് കോമ്പറമ്പിലും പറയുന്നു. BJP പീരുമേട് മണ്ഡലത്തിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എല്ലാ പഞ്ചായത്തുകളിലും സ്ഥാനാർത്ഥികളെ നിർത്തുകയും എല്ലാ വാർഡുകളിലും അതിശക്തമായ മത്സരം കാഴ്ചവെക്കുകയും ബ്ലോക്കിലും ജില്ലയിലും അതിശക്തമായ മത്സരമാണ് ഇത്തവണ കാഴ്ചവെക്കാൻ സാധിച്ചത്. എല്ലായിടത്തും ത്രികോണ മത്സരം തന്നെയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഇപ്പോൾ നടന്നത് തന്നെ വണ്ടിപ്പെരിയാർ പഞ്ചായത്തിൽ 5 മുതൽ 10 സീറ്റ് വരെ ലഭിക്കുമെന്നാണ് ഭാരതീയ ജനതാ പാർട്ടി പ്രതീക്ഷിക്കുന്നത്. ജില്ലാ ബ്ലോക്ക് സ്ഥാനാർത്ഥികൾ നിർത്തിയിരിക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും ശക്തമായ മത്സരമാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. കേന്ദ്ര സർക്കാരിൻ്റെ വികസന പദ്ധതിയിൽ മുന്നോട്ട് വെച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഇത്തവണ BJP പീരുമേട് മണ്ഡലത്തിൽ വലിയ മുന്നേറ്റം കാഴ്ചവെക്കാമെന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കളം ഉറപ്പിച്ചിരുന്ന വണ്ടിപ്പെരിയാർ ടൗൺ സീറ്റ് നിലനിർത്താൻ കഴിയുമെന്ന് SDPയും പറയുന്നു. കഴിഞ്ഞ 2 തിരഞ്ഞെടുപ്പുകളിലും SDPI ജനപ്രതിനിധികൾ വിജയിച്ചു വന്ന വാർഡാണ് വണ്ടിപ്പെരിയാർ ടൗൺ 7ാം വാർഡ്. കഴിഞ്ഞ 10 വർഷത്തെ വികസന പ്രവർത്തനങ്ങൾ മുൻനിർത്തിയാണ് ഞങ്ങൾ ഈ വർഷത്തെ ഇലക്ഷനെ നേരിട്ടത്. ഈ വർഷം തീർച്ചയായും SDPI വിജയിക്കുക തന്നെ ചെയ്യും. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രത്യേകമായി വണ്ടിപ്പെരിയാർ പഞ്ചായത്തിൽ മത്സരരംഗത്ത് സജീവമായി ഉണ്ടായിരുന്നത് BCK വിടുതല ചിരുത്തെ കക്ഷി. ഇതുകൂടാതെ DMKയും ഉണ്ടായിരുന്നു. പഞ്ചായത്തിൽ 1 സീറ്റും ബ്ലോക്കിലേക്ക് 1 സീറ്റും എന്നാണ് BCK അവകാശപ്പെടുന്നത്. എന്തായാലും നാളെ രാവിലെ 10 മണിയോടുകൂടി തന്നെ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനം ഉണ്ടാകും. അപ്പോൾ അറിയാം രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവചനം ശരിയായോ ഇല്ലയോ എന്ന്. ഇതേസമയം ഇടുക്കി ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ പോളിംഗ് ബൂത്തുകൾ ഉണ്ടായിരുന്ന വണ്ടിപ്പെരിയാർ പഞ്ചായത്തിൽ ചെറിയ രീതിയിലുള്ള തർക്കങ്ങൾ ഒഴിച്ചാൽ പൊതുവെ സമാധാനപരമായി തെരഞ്ഞെടുപ്പ് നടത്തുകയും ചെയ്തിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, വണ്ടിപ്പെരിയാർ.